ഈ മണ്ഡലം ഒരു വിശാലമായ മണ്ഡലമാണ്. എൻ്റെ അനുഭവത്തിൽ പറയുകയാണ്, അത്തരത്തിൽ ഉള്ള ഒരു മണ്ഡലത്തിൽ ജനപ്രതിനിധിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇവിടെ നമുക്കറിയാം 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളായി കഴിഞ്ഞിരിക്കുന്നു. ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ശ്രീ സാബു കെ ജേക്കബാണ്. എനിക്ക് സാബു കെ ജേക്കബിനെ നേരത്തെ പറഞ്ഞു, ഞാൻ MLA ആയിരിക്കുമ്പോൾ അദ്ദേഹം പിറവത്തിൻ്റെ അവസാനത്തെ മുനിസിപ്പാലിറ്റി ആവുന്നതിന് മുമ്പുള്ള ആ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അതിനുശേഷം അദ്ദേഹം പിറവത്തിൻ്റെ ആദ്യത്തെ മുനിസിപ്പൽ ചെയർമാനുമായിരുന്നു. അങ്ങനെ നല്ല പ്രവർത്തന പരിചയമുള്ള, എനിക്കൊക്കെ അടുപ്പവുമുള്ള സാബു കെ ജേക്കബാണ് ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്നത്. നമുക്കറിയാം, ഒരു മണ്ഡലത്തിൻ്റെ വികസന സാധ്യതകളെ അത് പഞ്ചായത്ത് മെമ്പറായാലും ബ്ലോക്ക് മെമ്പറായാലും ജില്ലാ പഞ്ചായത്ത് മെമ്പറായാലും MLA ആയാലും MP ആയാലും തങ്ങളുടെ മണ്ഡലത്തെ എങ്ങനെ സംരക്ഷിക്കാം, എവിടെ നിന്നൊക്കെ ഫണ്ട് നമുക്ക് ലഭ്യമാക്കാം. നമുക്കറിയാം പലതരത്തിൽ സോഴ്സുകളുണ്ട്. അതൊക്കെ നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ ജനപ്രതിനിധിയാകുമ്പോൾ ഒരു മാൻഡേറ്റ് കിട്ടുകയാണ്. ഞാനൊരു പഞ്ചായത്ത് പ്രസിഡൻ്റാണ്, അല്ലെങ്കിൽ MLA ആണ് എന്ന് പറയുമ്പോൾ അതൊരു മാൻഡേറ്റ്, ജനങ്ങളുടെ മാൻഡേറ്റ് ഉണ്ട്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തൻ്റെ മണ്ഡലത്തിലെ ജനങ്ങളുടെ ക്ഷേമത്തിനും ആ മണ്ഡലത്തിൻ്റെ വികസനത്തിനും വേണ്ടി ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് ജനപ്രതിനിധി. അത്തരത്തിൽ നമുക്കറിയാം, കേരളത്തിലെ വികസനത്തിൻ്റെ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ കേരളത്തിലാകമാനം നടന്നിട്ടുള്ള 140 മണ്ഡലങ്ങളിലും കിഫ്ബി ഉപയോഗിച്ചുകൊണ്ടും മറ്റ് ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടുമൊക്കെ നടന്നിട്ടുള്ള വികസനങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ പിറവത്ത് അത് അത്തരത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം നടക്കുന്നുണ്ടോ എന്ന് ജനങ്ങൾ പരിശോധിക്കണം, വസ്തുനിഷ്ഠമായി പരിശോധിക്കണം. മനസ്സിൽ മറ്റു മണ്ഡലങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് നമ്മുടെ ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷമായി നടക്കുന്നുണ്ടോ എന്ന് ജനങ്ങളാണ്. ഞാൻ ജനങ്ങളോട് പറയുകയാണ്, അത് നിങ്ങൾ പരിശോധിക്കണം. എനിക്ക് നിശ്ചയമുണ്ട്, സാബു കെ ജേക്കബ് ഈ മണ്ഡലത്തിലെ ജനപ്രതിനിധിയായാൽ തീർച്ചയായും കാര്യങ്ങൾ, കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നേരിൽ അറിയുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഞാൻ വളരെ അമ്മയോടൊപ്പം പരിപാടിയുമൊക്കെ പ്രായം ചെന്ന സ്ത്രീകളെയും പ്രായമായ ആളുകളെയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, പഞ്ചായത്തായിരുന്നപ്പോഴും മുനിസിപ്പാലിറ്റി ആയിരുന്നപ്പോഴും തന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ വളരെ സമർത്ഥമായി അതെവിടെ നിന്നൊക്കെ ആരെയൊക്കെ കണ്ട് എങ്ങനെയൊക്കെ സാധിക്കാൻ കഴിയുമോ എന്ന് ഫലപ്രദമായി ഉപയോഗിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഈ മണ്ഡലത്തിലെ ഒരു ജനപ്രതിനിധിയായി സാബു കെ ജേക്കബിനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹം ആ കാര്യത്തിൽ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് നമ്മുടെ ഈ മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ വലിയ കാഴ്ചപ്പാടോടുകൂടി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാബു ജേക്കബിന് കഴിയും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഈ മണ്ഡലത്തിലെ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സാബു കെ ജേക്കബിന് നിങ്ങൾ എല്ലാവരും വോട്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ചിഹ്നമായ 2 ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.